ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 4 നിറമുള്ള നന്മകൾ. മഞ്ഞപ്പാവാട. ചിത്രത്തിലേക്ക് നോക്കൂ. ഒരു കുട്ടിയെ കണ്ടില്ലേ? കൂട്ടുകാരിയുടെ പിറന്നാളിന് ഒരു ആശംസാ കാർഡ് തയ്യാറാക്കുക. നിറം നൽകി ഭംഗിയാക്കൂ. ചിത്രത്തിൽ കാണുന്ന കാർഡിന് കൂട്ടുകാർക്ക് നിറം നൽകാവുന്നതാണ്. നിറം നൽകി ആ ചിത്രത്തിലെ കൊച്ചു പെൺകുട്ടിക്ക് ഒരു പേര് കൊടുക്കുക. തന്നിട്ടുള്ള ആശംസാ കാർഡിൽ സന്ദേശം എഴുതി തയ്യാറാക്കാവുന്നതാണ്. എങ്ങനെയൊക്കെ പിറന്നാൾ സന്ദേശം എഴുതാം? നന്മകൾ നേർന്നുകൊണ്ട് പിറന്നാൾ ആശംസിക്കുന്നു. നല്ല പിറന്നാളിന് എൻ്റെ ആശംസകൾ. ജന്മദിനാശംസകൾ. അങ്ങനെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള സന്ദേശം എഴുതാവുന്നതാണ്. ഇതുപോലെ കൂട്ടുകാർ ഒരു ആശംസാ കാർഡ് തയ്യാറാക്കൂ. ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കാൻ മറക്കരുത്. ചിത്രത്തിൽ കണ്ട കൂട്ടുകാരി ആരാണ്? അവളെക്കുറിച്ച് കൂടുതൽ അറിയാൻ മഞ്ഞപ്പാവാട എന്ന ഈ കഥാഭാഗം നമുക്ക് വായിക്കാം. വായിച്ചു നോക്കാം. മഞ്ഞപ്പാവാട. മോളെ, വന്ന് ഊണ് കഴിക്ക്. അമ്മ കെഞ്ചി പറഞ്ഞു. എനിക്ക് മഞ്ഞപ്പാവാട വേണം. അവൾ വാശി പിടിച്ചു. വാങ്ങിത്തരാം, ഇപ്പൊ ഊണ് കഴിക്ക്. അമ്മ അവളെ സമാധാനിപ്പിച്ചു. എൻ്റെ പൊന്നുമോൾക്ക് അച്ഛൻ വാങ്ങിത്തരാം. അച്ഛനും പറഞ്ഞു നോക്കി. എനിക്ക് പാവാട നാളെ തന്നെ വേണം, തരുമോ? അവൾ കരച്ചിലിൻ്റെ ശക്തി കുറച്ചു. അച്ഛൻ അമ്മയുടെ മുഖത്ത് ദയനീയമായി നോക്കി. വാങ്ങിത്തരാം മോളെ, അച്ഛൻ്റെ അടുത്ത് കാശുണ്ടാവട്ടെ. അച്ഛൻ്റെ ശബ്ദം അല്പം ഇടറി. അവളെ ചേർത്തു നിർത്തി നെറുകയിൽ തലോടിയപ്പോൾ അമ്മയുടെ കണ്ണു നനഞ്ഞു. നാളെ മോളുടെ പിറന്നാളല്ലേ, വന്ന് ഊണ് കഴിക്ക്. പിറന്നാൾ തലേന്ന് വയറ് വിശന്ന് കിടക്കരുത്. അമ്മ വീണ്ടും പറഞ്ഞു. പിറന്നാളിന് എനിക്ക് മഞ്ഞപ്പാവാട ഇടണം. പാവാടയില്ലെങ്കിൽ പിറന്നാളും വേണ്ട. അവൾ മുഖം വീർപ്പിച്ചു. അമ്മ അച്ഛനെ നോക്കി. ആ നോട്ടം നേരിടാനാവാതെ അച്ഛൻ മുഖം തിരിച്ചു. അവൾ അത് കണ്ടു. മോള് വാ, നാളെ തന്നെ മോൾക്ക് പാവാട തരാം. മഞ്ഞപ്പാവാട ഇട്ടോണ്ട് തന്നെ മോൾക്ക് പിറന്നാളുകാരിയാവാം. തീരുമാനമെടുത്തതുപോലെ അമ്മ പറഞ്ഞു. സത്യമായിട്ടും തരുമോ? അവൾ തലയുയർത്തി നോക്കി. അമ്മയുടെ മൂളലിൽ സംശയം തെല്ലുപോലും ഉണ്ടായില്ല. അവളുടെ മുഖം തെളിഞ്ഞു. മുഖം തുടച്ച് അവൾ അടുക്കളയിലേക്കോടി. അവിടെ അമ്മ പിഞ്ഞാണത്തിൽ വിളമ്പി വെച്ച ചോറ് സ്വാദോടെ അകത്താക്കി. അച്ഛനും അമ്മയും അത് നോക്കി നിന്നു. ആ കാഴ്ച അവരെ ഏറെ സന്തോഷിപ്പിക്കാറുള്ളതാണ്. എന്നാൽ ഇന്നെന്തോ അത് കണ്ടിട്ടും അവർക്ക് ഭാവമാറ്റം ഉണ്ടായില്ല. കയറ്റുകട്ടിലിൽ കുറെ നേരം കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. കണ്ണടച്ചാലും തുറന്നാലും മുന്നിൽ പുത്തൻ മഞ്ഞപ്പാവാട മാത്രം. ഒരുപാട് കൊതിച്ച പാവാട തനിക്ക് കിട്ടാൻ പോകുന്നു. മഞ്ഞപ്പാവാടയും ഇട്ട് ഗമയിൽ വിലസുന്നത് മനസ്സിൽ കണ്ട് അവൾ കണ്ണടച്ചു കിടന്നു. അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടില്ല. അവരെന്തോ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. അവൾ കാതോർത്തു. തൻ്റെ മഞ്ഞപ്പാവാടയെക്കുറിച്ച് തന്നെയാണ് അവരും പറയുന്നത്. പാവാട വാങ്ങാൻ പണമില്ലാത്തതിലാണ് അച്ഛൻ്റെ വിഷമം. നീ എന്തിനാ മോൾക്ക് വെറുതെ ആശ കൊടുത്തേ? അച്ഛൻ ചോദിച്ചു. മോളുടെ വിഷമം കാണാൻ വയ്യാത്തോണ്ടാ. അമ്മയുടെ ശബ്ദം പതറി. ഇനി നാളെ അവളോട് എന്തു പറയും? അച്ഛൻ ചോദിച്ചു. ഒന്നും പറയാതെ അമ്മ എഴുന്നേറ്റു. ജനൽപ്പടിയിൽ നിന്ന് മൺകുടുക്ക എടുത്തു.
അമ്മയ്ക്ക് കിട്ടുന്ന ചില്ലറ പൈസ ഇട്ട് വച്ചിരുന്ന മൺകുടുക്ക. എന്തിനാ അമ്മേ ഈ പൈസയൊക്കെ? അവൾ ചോദിക്കാറുണ്ട്. അതോ മോൾക്കൊരനിയനുണ്ടാവുമ്പോ അരഞ്ഞാണം വാങ്ങാനാ? അമ്മയുടെ മറുപടി ഇതാവും. നീ എന്തു ചെയ്യാൻ പോവാ? അച്ഛനൊന്നും മനസ്സിലായില്ല. വേണ്ട, മോളെ വിഷമിപ്പിക്കണ്ട. മോൾക്ക് പാവാടയ്ക്കുള്ള പൈസ ഇതിലുണ്ടാവും. അമ്മ കുടുക്ക നിലത്തുടയ്ക്കാനായി ഉയർത്തി. അവൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അത്. അവൾ ചാടി എഴുന്നേറ്റ് അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഡോക്ടർ കെ ശ്രീകുമാർ. ഡോക്ടർ കെ ശ്രീകുമാർ എഴുതിയ കഥയാണ് മഞ്ഞപ്പാവാട. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? അതെ, അച്ഛൻ, അമ്മ, മോള്. മോൾക്കൊരു പേര് കൊടുക്കാമോ കൂട്ടുകാർക്ക്? എന്തു പേര് കൊടുക്കും? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പേര് കഥയിലെ മോൾക്ക് നൽകാം. ഈ കഥയിൽ ആരെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അച്ഛനെയാണോ, അമ്മയെയാണോ, അതോ മകളെയാണോ ഇഷ്ടമായത്? അമ്മ എന്താണ് മകളോട് കെഞ്ചി പറഞ്ഞത്? മോളെ, വന്ന് ഊണ് കഴിക്ക്. അപ്പോൾ കുട്ടി എന്തിനാണ് വാശി പിടിച്ച് കരഞ്ഞത്? കുട്ടിക്ക് എന്താണ് വേണ്ടിയിരുന്നത്? അവളുടെ പിറന്നാൾ ദിനത്തിൽ അവൾക്ക് മഞ്ഞ പാവാട വേണമെന്ന് വാശി പിടിച്ച് കുട്ടി കരയുകയാണ്. കഥയിലെ പെൺകുട്ടിക്ക് കൂട്ടുകാർ ഒരു പേര് നൽകൂ. എന്നിട്ട് നിങ്ങൾ കണ്ടെത്തിയ ആ പേര് ചേർത്ത് ഈ കഥ വായിച്ചു നോക്കൂ. എങ്ങനെയാണ് വായിക്കേണ്ടത്? കണ്ടെത്തിയ പേര് അനുഷ എന്നാവട്ടെ. അപ്പോൾ എങ്ങനെ വായിക്കാം? മോളെ, വന്ന് ഊണ് കഴിക്ക്. മോളെ എന്നതിനു പകരം പേര് ചേർത്ത് വായിക്കണം. അനുഷേ, വന്ന് ഊണ് കഴിക്ക്. അമ്മ കെഞ്ചി പറഞ്ഞു. എനിക്ക് മഞ്ഞപ്പാവാട വേണം. അനുഷ വാശി പിടിച്ചു. അതുപോലെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പേര് ചേർത്ത് കഥ ഒന്നുകൂടി വായിച്ചു നോക്കൂ. പറയാം, എഴുതാം. കുഞ്ഞ് സ്വാദോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടും അച്ഛനും അമ്മയ്ക്കും സന്തോഷം തോന്നിയില്ല. കാരണം എന്ത്? എന്തുകൊണ്ടാവാം? മഞ്ഞപ്പാവാട വാങ്ങി നൽകാനുള്ള പണം അവരുടെ പക്കൽ ഇല്ലാത്തതുകൊണ്ടുള്ള വിഷമമായിരുന്നു അവരുടെ മനസ്സിൽ. അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുട്ടി എന്തായിരിക്കും പറഞ്ഞത്? എപ്പോഴാണ് കുട്ടി അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞത്? അമ്മ കുടുക്ക നിലത്തുടയ്ക്കാനായി ഉയർത്തിയപ്പോഴാണ്. അപ്പോഴാണ് അവൾ കരഞ്ഞുകൊണ്ട് അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞത്. അതെന്തുകൊണ്ടായിരിക്കാം? കുടുക്കയിലെ പണം എന്തിനുള്ളതാണെന്നാണ് അമ്മ കുട്ടിയോട് പറഞ്ഞിട്ടുള്ളത്? കുട്ടിക്ക് ഒരനിയനുണ്ടാവുമ്പോൾ അനിയന് അരഞ്ഞാണം വാങ്ങാനുള്ള പണമാണ് കുടുക്കയിൽ എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. ആ കുടുക്കയാണ് അമ്മ പൊട്ടിക്കാനായി ഉയർത്തിയത്. അപ്പോഴാണ് കുട്ടി പൊട്ടിക്കരഞ്ഞത്. കരഞ്ഞുകൊണ്ട് എന്താവാൻ പറഞ്ഞിട്ടുണ്ടാവുക? കൂട്ടുകാർ പറയൂ. മഞ്ഞപ്പാവാട കുട്ടിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവുമോ? ഉണ്ടാവാം. എന്തെല്ലാം സ്വപ്നങ്ങൾ! കുഞ്ഞനുജനെ കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളാണ് അവൾ കണ്ടിട്ടുണ്ടാവുക? കുഞ്ഞനുജനോടുള്ള സ്നേഹം മൂലമാണ് അവൾ തൻ്റെ വലിയ മഞ്ഞപ്പാവാട വാങ്ങാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ പിറക്കാൻ പോകുന്ന കുഞ്ഞനുജനെ കുറിച്ച് അവൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അവന് പലതും വാങ്ങി നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. അങ്ങനെ എന്തൊക്കെ സ്വപ്നങ്ങളാണ് അവൾക്കുള്ളത്? കൂട്ടുകാർ എഴുതി നോക്കൂ. നിറമുള്ള വാക്കുകൾ. മഞ്ഞ നിറമുള്ള പാവാടയാണ് മഞ്ഞപ്പാവാട. ഇതുപോലെ നിറം ചേർന്നു വരുന്ന എത്ര വാക്കുകൾ എഴുതാം? വെള്ളക്കൊക്ക്. വെള്ള നിറമുള്ള കൊക്കാണ് വെള്ളക്കൊക്ക്.
നീലത്താമര. നീല നിറമുള്ള താമര, നീലത്താമര. പച്ചക്കുതിര, മഞ്ഞത്തൂവൽ, നീലപ്പട്ട്. ചെന്താമര. ചുവന്ന നിറമുള്ള താമരയ്ക്കാണ് ചെന്താമര എന്ന് പറയുന്നത്. ഇതുപോലെ വേറെ ഏതെല്ലാം വാക്കുകളുണ്ട്? കൂട്ടുകാർ കണ്ടെത്തി എഴുതുക. പൂർത്തിയാക്കാം. അച്ഛനും അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് നൽകിയിരിക്കുന്നത്. ബാക്കി ഭാഗം കൂട്ടുകാർ പൂർത്തിയാക്കണം. നോക്കൂ, അച്ഛൻ എന്താണ് പറയുന്നത്? അച്ഛൻ: നീ എന്തിനാ മോൾക്ക് ആശ കൊടുത്തത്? അപ്പോൾ അമ്മ പറയുകയാണ്: മോളുടെ വിഷമം കാണാൻ വയ്യാത്തോണ്ടാ. വീണ്ടും അച്ഛൻ പറയുന്നു: ഇനി നാളെ അവളോട് എന്തു പറയും? അമ്മ പറയാണ്: തൽക്കാലം ഈ മൺകുടുക്ക പൊട്ടിക്കാം, മോൾക്ക് പാവാടയ്ക്കുള്ള പൈസ ഇതിലുണ്ടാകും. അപ്പോൾ അച്ഛൻ പറയുന്നു: ശരി, എങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതുതന്നെയാണോ അവർ പറഞ്ഞിട്ടുണ്ടാവുക? കൂട്ടുകാർക്ക് എന്താണ് തോന്നുന്നത്? അച്ഛനും അമ്മയും തമ്മിലുള്ള സംഭാഷണം എഴുതി നോക്കൂ. കണ്ടെത്തി എഴുതൂ. അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്. മഞ്ഞപ്പാവാടയിലെ പെൺകുട്ടിക്കുണ്ടായ വിഷമമാണ് ഈ വാക്യത്തിലൂടെ സൂചിപ്പിച്ചത്. എനിക്ക് സങ്കല്പിക്കാവുന്നതിലപ്പുറമായിരുന്നു അവിടെ നിന്നും കിട്ടിയ സമ്മാനങ്ങൾ. ഇതുപോലുള്ള വാക്യങ്ങൾ വരുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക. സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു, സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു, അതുപോലെ വാക്യങ്ങൾ വരുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക. എനിക്കു ക്ഷമിക്കാവുന്നതിലപ്പുറമായിരുന്നു അവളുടെ പ്രവൃത്തി. എനിക്ക് ക്ഷമിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവളുടെ പ്രവൃത്തി. ഇതുപോലെ മറ്റു വാക്യങ്ങൾ കൂട്ടുകാർ കണ്ടെത്തി എഴുതുക. സങ്കൽപ്പിച്ചെഴുതുക. ഈ കുട്ടി നിങ്ങളുടെ ക്ലാസ്സിലെ ഒരാളായിരുന്നുവെങ്കിൽ പിറന്നാളിന് എന്തെല്ലാമായിരിക്കും നിങ്ങൾ ഒരുക്കുക? പിറന്നാൾ മരം നടാം, പിറന്നാൾ സദ്യ ഒരുക്കാം, ജന്മദിന പുസ്തകം കൈമാറാം, പിറന്നാൾ യാത്ര നടത്താം. മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? കൂട്ടുകാർ എഴുതി നോക്കൂ. പദശേഖരം. ഞാൻ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. സന്തോഷം കൊണ്ട് അവളുടെ ഹൃദയം തുടിച്ചു. വെറുതെ പുറത്തിറങ്ങി ചുറ്റി നടന്നപ്പോൾ ഞങ്ങളുടെ കാല് കഴച്ചു. ഞങ്ങൾ ഒന്നിച്ചു പഠിക്കുന്നവരായിരുന്നു. അടുത്തടുത്ത വീടുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. നിങ്ങളുടെ പദശേഖരത്തിലുള്ള ചില വാക്കുകളാണ് അടിവരയിട്ടിരിക്കുന്നത്. സമാനമായ പദങ്ങൾ കണ്ടെത്താമോ? വീട് എന്നതിന് സമാനമായ മറ്റൊരു പദം ഏതാണ്? ഭവനം. സന്തോഷം എന്നുള്ളതിനോ? ആഹ്ലാദം. കാല് എന്നുള്ളതിന് പാദം. ഒന്നിച്ച്, ഒരുമിച്ച്, അടുത്തടുത്ത, തുടരെ തുടരെ. സമാനമായ പദങ്ങൾ എഴുതി നോക്കൂ. കണ്ടെത്താം, എഴുതാം. ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ കണ്ടെത്തി ക്രമപ്പെടുത്തി എഴുതുക. അമ്മ വച്ചിട്ടുണ്ട് പായസവും. ഇതിനെ എങ്ങനെ ക്രമത്തിലാക്കാം? അമ്മ പായസവും വച്ചിട്ടുണ്ട്. നീട്ടി സമ്മാനപ്പൊതി അവർ. എങ്ങനെ ക്രമപ്പെടുത്താം? അവർ സമ്മാനപ്പൊതി നീട്ടി. ചിത്രകഥാപുസ്തകം ഒരു മനോഹരമായ ചിത്രകഥാപുസ്തകം. എല്ലാവരും വന്നു കൂട്ടുകാർ. കൂട്ടുകാർ എല്ലാവരും വന്നു. അജിതയുടെ ഇന്ന് ജന്മദിനമാണ്. ഇന്ന് അജിതയുടെ ജന്മദിനമാണ്.
പിറന്നാൾ നല്ല സമ്മാനം. നല്ല പിറന്നാൾ സമ്മാനം. ഇനി ഈ വാക്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി എഴുതാം. ആദ്യം ഏതാണ് വരിക? ഇന്ന് അജിതയുടെ ജന്മദിനമാണ്. അമ്മ പായസവും വച്ചിട്ടുണ്ട്. കൂട്ടുകാർ എല്ലാവരും വന്നു. അവർ സമ്മാനപ്പൊതി നീട്ടി. ഒരു മനോഹരമായ ചിത്രകഥാ പുസ്തകം. നല്ല പിറന്നാൾ സമ്മാനം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.